ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ഭഗവാനെ സ്മരിക്കുന്നതിനിടയിൽ നമ്മുടെ പൈതാഹാദികൾ പോലും വിസ്മരിക്കപ്പെടണം എന്നാണ് ശരിക്കും പറയുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കൊക്കെ എവിടെ ചെന്നാലും ഭക്ഷണം കിട്ടുമോ, ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെയാണ് എല്ലാവരും നോക്കുന്നത്. അത് നിയന്ത്രിക്കാൻ പോലും നമുക്ക് സാധിക്കാറില്ല. ഭാഗവത മാഹാത്മ്യം പറയുന്ന വേളയിൽ പറഞ്ഞിരുന്നു, ഇങ്ങനെയുള്ള സത്സംഗവേളയിൽ വിശപ്പടങ്ങാൻ എന്തെങ്കിലും കുറച്ച് ആഹാരം, കുറച്ച് മാത്രം വെള്ളം. കാരണം ഇത് രണ്ടും അധികമായാൽ ഒന്നുകിൽ ഉറക്കം വരും, അല്ലെങ്കിൽ ഇടയ്ക്കിടെ മലമൂത്ര വിസർജനത്തിനൊക്കെയുള്ള ഒരു ശങ്ക ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 41-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അതാണ്. പക്ഷേ മനുഷ്യർക്ക് അത്രയധികം ഭഗവത് സ്മൃതിയിൽ അങ്ങനെ ഇരിക്കാൻ സാധിക്കാറില്ല. ഏതൈഹി ഉപദ്രുതഃ ഏതൈരുപദ്രുതോ നിത്യം ജീവലോകഃ സ്വഭാവജൈഹി ന കരോതി ഹരേഹേ നൂനം ഹരേർനൂനം കഥാമൃതനിധൗ രതിം. സ്വഭാവജൈഹി, ഇത് നമുക്ക് പ്രകൃത്യാലുള്ളതാണ് ഈ ദാഹവും വിശപ്പും. ഇങ്ങനെ ഏതൈഹി, ദാഹവും വിശപ്പും ഇങ്ങനെയുള്ള പ്രകൃത്യാലുള്ള ആവശ്യങ്ങളാൽ നിത്യം എല്ലായ്പ്പോഴും ഉപദ്രുതഃ ശല്യപ്പെടുത്തപ്പെട്ടിട്ട് ജീവലോകഃ ഈ സത്സംഗത്തിനൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ ഹരേഹേ കഥാമൃത നിധൗ ഭഗവാൻ ശ്രീഹരിയുടെ കഥാമൃത സിന്ധുവിൽ പൂർണ്ണമായിട്ട് രതിം ആസക്തിയെ ന കരോതി നൂനം ചെയ്യാൻ സാധിക്കാറില്ല എന്നതാണ് വാസ്തവം. അത്ര അങ്ങോട്ട് ഭഗവാനിൽ രതി ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും പൈതാഹാദികൾ ഒന്നും അലട്ടാതെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ ഭഗവാനെ കേൾക്കാൻ മാത്രമുള്ള മനോബലമൊന്നും ആളുകൾക്ക് ഇല്ല. വളരെ വളരെ കുറവ് മാത്രമാണ് അങ്ങനെയുള്ള ആളുകൾ. ഇനി അല്ലെങ്കിൽ നമ്മെ അത്രയും ഉയർന്ന ഒരു ഭഗവത് ഭക്തിയുടെ ആ രസത്തിൽ ആറാടിക്കാൻ സാധിക്കുന്നത്ര ചൈതന്യമുള്ള ഗുരുക്കന്മാർ ഉണ്ടാകണം. അവരുടെ ആ പ്രഭാഷണം കേട്ടിട്ട് നമുക്ക് മതി വരാതെ, ഭക്ഷണം കഴിക്കാൻ പോലും എഴുന്നേറ്റ് പോകാൻ തോന്നാത്തത്ര വിധത്തിൽ നമ്മളെ പിടിച്ചിരുത്തുന്ന ഗുരുക്കന്മാർ ഉണ്ടായാലും ചിലപ്പോൾ നമുക്കിത് സാധിച്ചേക്കും. പക്ഷേ അങ്ങനെ ഒരു കഴിവും നഷ്ടപ്പെടുന്നുണ്ട് എന്നതും ഒരു സത്യമാണ്. ഇനി എല്ലാവരും ഭക്തിയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കും. നമ്മളൊക്കെ സ്വയം പറയാറുമുണ്ട്, ഞാനൊരു കൃഷ്ണഭക്തനാണ്, കൃഷ്ണഭക്തയാണ്, ശിവഭക്തനാണ്, ശിവഭക്തയാണ്, ഇങ്ങനെയൊക്കെ പറയാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ ഭക്തി എന്നത് ബ്രഹ്മാവിന് പോലും കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. നമ്മുടെയൊക്കെ കണ്ണിൽ ശ്രേഷ്ഠരാണെന്ന് നമ്മൾ ചിന്തിക്കുന്നവർക്ക് പോലും ഈ പറയുന്ന ആത്മജ്ഞാനം കിട്ടത്തക്ക വിധത്തിലുള്ള ഭക്തി ഉണ്ടോ എന്ന് സംശയമാണ് എന്ന് പറഞ്ഞ് കുറെ ആളുകളുടെ പേരുകളാണ് ഇനി പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മളൊക്കെ എവിടെ നിൽക്കുന്നു എന്ന്. 3 ശ്ലോകങ്ങളിലായിട്ടാണ് പറയുന്നത്. 42 പ്രജാപതിപതി സാക്ഷാത് ഭഗവാൻ ഗിരിശഃ ഗിരിശോ മനുഃ ദക്ഷാദയഃ പ്രജാധ്യക്ഷാഃ നൈഷ്ഠികാഃ സനകാദയഃ. 43 മരീചിഃ അത്രി അംഗിരസൗ മരീചിരത്രി അംഗിരസൗ പുലസ്ത്യഃ പുലഹഃ ക്രതുഃ ഭൃഗുഃ വസിഷ്ഠഃ ഇത്യേതേ മദന്ത ബ്രഹ്മവാദിനഃ. 44 അദ്യാപി വാചസ്പതയഃ തപോവിദ്യാസമാധിഭിഃ വാചസ്പതയസ്തപോവിദ്യാസമാധിഭിഃ
പശ്യന്തഃ അപി പശ്യന്തോപി ന പശ്യന്തി പശ്യന്തം പരമേശ്വരം. ഇവിടെ ഭക്തി എന്നതുകൊണ്ട് അവനവന്റെ ഉള്ളിലിരിക്കുന്ന ആ ആത്മചൈതന്യത്തെ നിരന്തരമായി അനുസന്ധാനം ചെയ്യുക എന്നതാണ്. ആ ഭക്തിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അല്ലാതെ ഏതെങ്കിലും ഒരു ദേവതാ രൂപത്തിലുള്ള ഭക്തി എന്നതല്ല. അവിടെയും ആ ഭക്തിയും ഇതുപോലെ ഉയർന്ന ഒരു ഭാവം തന്നെയാണ്. എങ്കിലും നമ്മളൊക്കെ പറയും ഓരോ ദേവതയുടെ പേര് പറഞ്ഞിട്ടാണ്, ഞാൻ ദേവി ഭക്തനാണ്, ശിവഭക്തനാണ്, സുബ്രഹ്മണ്യ ഭക്തനാണ്, ഇങ്ങനെ നമ്മൾ പറയും. പക്ഷെ ഇവിടെ ശരിക്കും ഉദ്ദേശിക്കുന്നത് സർവത്ര നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യത്തെ അറിഞ്ഞനുഭവിക്കാൻ ആർക്കൊക്കെ ശരിക്കും സാധിച്ചിട്ടില്ല. സാക്ഷാത് പ്രജാപതിപതി, പ്രജാപതിമാരുടെ പതിയായ ബ്രഹ്മദേവൻ, ഭഗവാൻ ഗിരിശഃ, ഭഗവാനായ ശ്രീശങ്കരൻ, പരമാത്മാവിന്റെ രൂപത്തിൽ ശിവപുരാണത്തിലൊക്കെ പറയുന്ന ആ ചൈതന്യം എന്നത് സദാശിവനാണ്. സദാശിവൻ എന്ന ആ അതേ ഭാവമാണ് വൈഷ്ണവർ നാരായണൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ ഒരു താരതമ്യം ഇവിടെ ആവശ്യമില്ല. ഇവിടെ പറയുന്നത് അംശാവതാരങ്ങളായി നമ്മൾ കാണുന്ന രുദ്രഭഗവാൻ ഇങ്ങനെയൊക്കെയാണ്, ആ രീതിയിൽ എടുത്താൽ മതി. അതുകൊണ്ടാണ് ഭഗവാൻ ഗിരിശഃ, ഭഗവാനായ ശ്രീശങ്കരൻ, മനുഹു സ്വയംഭുവ മനു, ദക്ഷാദയഃ പ്രജാധ്യക്ഷാഃ, ദക്ഷൻ മുതലായ പ്രജാപതിമാർ, ഇനിയോ സനകാദയഃ, സനകാദികളായ നൈഷ്ഠികാഃ, നൈഷ്ഠിക ബ്രഹ്മചാരികൾ, ശ്രേഷ്ഠ മുനിമാരായ മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, ഭൃഗു, വസിഷ്ഠൻ ഇത്യേതേ എന്ന് തുടങ്ങി ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന, പ്രാചീന ബർഹിസിനോടാണ് പറയുന്നത്, നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന മദന്താഹ, ഞാൻ വരേക്കുമുള്ള ബ്രഹ്മവാദിനഃ. നാരദ മഹർഷി പറയുകയാണ്, ഈ ഞാൻ പോലും വലിയ ഭക്തനെന്നൊക്കെയാണ് എന്നെ ലോകമറിയുന്നത്, പക്ഷെ എനിക്ക് പോലും സംശയമാണ്, അറിയേണ്ട രീതിയിൽ ഞാൻ ഭഗവാനെ അറിഞ്ഞിട്ടുണ്ടോ എന്ന്. അതാണ് വാചസ്പതയഃ, സമസ്ത വാങ്മയത്തിൻ്റെയും അധിപതികളായിരുന്നിട്ട് ഞങ്ങളൊക്കെ വേദങ്ങളും ഉപനിഷത്തുക്കളും ഒക്കെ പഠിച്ച് വിദ്യാപാരംഗതന്മാരായിട്ടുള്ളവരാണ്, അറിവിൽ അങ്ങനെ നീന്തിത്തുടിക്കുന്നവരാണ്. ഇത് കൂടാതെ തപഃ വിദ്യ സമാധിഭിഹി, തപസ്, ഉപാസന തുടങ്ങിയ മാർഗങ്ങളിലൂടെ സമാധി അവസ്ഥയിൽ പോലും ഞങ്ങൾ എത്താറുണ്ട്. എങ്കിൽ പോലും ഞങ്ങളൊക്കെ ഇപ്പോഴും ആ സത്യത്തെ പശ്യന്തഃ അപി, തിരഞ്ഞു നോക്കിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ പശ്യന്തം, എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സർവസാക്ഷിയായ പരമേശ്വരം, ആ പരമേശ്വരനായ പരമാത്മാവിനെ അദ്യാപിന പശ്യന്തി, ഇതുവരേക്കും യഥാർത്ഥ രൂപത്തിൽ ഞങ്ങൾക്കാർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ഇനി ഭക്തിയെക്കുറിച്ച് കൂടുതലായി ഒന്നും പറയേണ്ടതില്ല. എന്താണ് ഈ ഭക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഈ ശ്ലോകങ്ങളിലൂടെ മനസ്സിലായിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് നാരദാദികൾക്ക് പോലും ഭഗവാനെ മുഴുവനായി അറിയാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത്? 45-ാമത്തെ ശ്ലോകം. ശബ്ദബ്രഹ്മണി ദുഷ്പാരേ ചരന്തഃ ഉരുവിസ്തരേ മന്ത്രലിംഗൈഃ വ്യവച്ഛിന്നം, മന്ത്രലിംഗൈർവ്യവച്ഛിന്നം ഭജന്തഃ ഭജന്തോ ന വിദുഃ പരം. ഉരുവിസ്തരേ, അതിവിശാലവും, ദുഷ്പാരേ, ആശയം കൊണ്ട് അതിര് കാണാത്തതുമായ ശബ്ദബ്രഹ്മണി, വേദത്തിൽ ചരന്തഃ, വിചരിച്ചുകൊണ്ട്, അതായത് 4 വേദങ്ങളും അത്രയും ബൃഹത്താണ്. ഇത് പഠിക്കാനായിട്ടാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് പഠിക്കാനായിട്ട് എത്രയോ കാലം കളയുന്നു. എന്നിട്ട് അതിൽ നിന്ന് പഠിച്ച മന്ത്രലിംഗൈഹി, മന്ത്രങ്ങളാൽ ഓരോരോ ദേവീദേവന്മാരെ വ്യവച്ഛിന്നം, വിവിധ രൂപത്തിൽ, ഒരേ ഒരു പരമാത്മാവാണ് പല രൂപത്തിലിരിക്കുന്നത്. അങ്ങനെ ആ പരമാത്മാവിനെ കാണാതെ
പരമാത്മാവ് പല രൂപത്തിലിരിക്കുന്ന ഈശ്വരനെ അല്ലെങ്കിൽ ആ വിഗ്രഹ രൂപത്തെ ഭജന്തഃ, ഭജിച്ചുകൊണ്ടിരുന്നിട്ട് പരം ന വിദുഹു, പരമമായ സത്യത്തെ, ആ പരമാത്മാവിനെ താത്വികമായി അറിയാൻ വിട്ടുപോകുന്നു. ശ്രദ്ധ മുഴുവൻ ഓരോ രൂപത്തിൽ മാത്രമായിത്തീരുന്നു. ഭഗവാൻ കൃഷ്ണൻ എല്ലാവരോടും കളിച്ച് ചിരിച്ച് വൃന്ദാവനത്തിൽ അങ്ങനെ രസിച്ചിരുന്നു. ഭഗവാനെ സ്നേഹിച്ചവരൊക്കെ ഭഗവാന്റെ സാന്നിധ്യത്തെ ആഗ്രഹിച്ചു, ആശ്രയിച്ചു. അതുകൊണ്ട് ഭഗവാൻ മധുരയിലേക്ക് പോയപ്പോൾ എല്ലാവരും വിരഹദുഃഖത്താൽ പരിതപിച്ചു. യഥാർത്ഥത്തിൽ ഭഗവാൻ അങ്ങനെ പോയതിനും ഒരു കാരണമുണ്ട്. ഞാൻ ഈ രൂപമല്ല എന്നവരെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ഭഗവാന്റെ ലക്ഷ്യം. അല്ലെങ്കിൽ ഭഗവാൻ മധുരയിൽ പോകേണ്ട, അല്ലെങ്കിൽ അവിടെ പോയി നിൽക്കേണ്ട ആവശ്യമില്ല. കാര്യം കഴിഞ്ഞ് വേണമെങ്കിൽ തിരിച്ചു വരാമായിരുന്നു. പക്ഷെ അതല്ല. എല്ലാവരും താൻ എന്ന വ്യക്തിയെ ആശ്രയിക്കുന്നു, ആരാധിക്കുന്നു. തൻ്റെ സാന്നിധ്യത്തെ, രൂപസാന്നിധ്യത്തെ ആശ്രയിക്കുന്നു എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ അവിടെ നിന്ന് പോയത്. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അത്രയും ഭഗവാനെ ആശ്രയിച്ചിട്ട് രൂപമെടുത്താൽ ഭഗവാനായാലും ഈ ലോകത്ത് നിന്ന് പോവണം. അങ്ങനെ പോകുമ്പോൾ അത് അവർക്ക് സഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അതിനു മുന്നേ അവരെ ആ വിരഹവുമായിട്ടൊന്ന് പൊരുത്തപ്പെടാൻ, എന്നിട്ട് ഭഗവാന്റെ രൂപത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റി, അതിനാണ് ഉദ്ധവരെ അയച്ചത്. രൂപത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റി എല്ലായിടത്തും ഞാൻ ഇരിക്കുന്നു എന്ന സത്യത്തെ അവരെ അറിയിക്കാൻ വേണ്ടി കൂടെയാണ് ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്നും മധുരയിലേക്ക് പോയത്. അവസാനം മധുരയിൽ നിന്നും ഭഗവാൻ പോയി ദ്വാരകയിലേക്ക്. അതുകൊണ്ടാണ് പറയുന്നത്, ആദ്യം ഈശ്വര വിശ്വാസത്തിൽ നിന്ന് നമ്മൾ പതുക്കെ ഏതെങ്കിലും ഒരു ദേവതാ രൂപത്തിൽ ഏകാന്ത ഭക്തിയായിട്ടിരിക്കണം. അത് അടുത്ത തലം. കൃഷ്ണഭക്തിയാവാം, ശിവഭക്തിയാവാം, ഏതെങ്കിലും ഒരു രീതിയിൽ. പക്ഷെ എന്തിനും ഭഗവാനെ മാത്രം ആശ്രയിക്കുന്ന രീതി. എന്നാൽ അവിടെ നിന്നും പോകണം, അനന്യഭക്തിയായി തീരണം. അതായത് ഭഗവാനല്ലാതെ മറ്റൊരാശ്രയമില്ല എന്ന അനന്യഭക്തിയിൽ എത്തണം. അതിനുമപ്പുറം സർവത്ര ഭഗവാനേ ഉള്ളൂ, യാതൊന്നു കൺമതത് നാരായണ പ്രതിമ എന്ന ആ ഭാവത്തിലേക്ക് എത്തണം. അവിടെ പിന്നെ കൃഷ്ണനില്ല, ശിവനില്ല, ദേവിയില്ല, ആരുമില്ല. എല്ലാ ചൈതന്യവും കാണുന്നതൊക്കെ ഭഗവാനാണ് എന്ന ചിന്തയിലേക്ക് ഉയരുമ്പോഴാണ്, ആ ഭക്തിയെയാണ് ഇവിടെ പറഞ്ഞത്. ആ ഭക്തിയെക്കുറിച്ചാണ് ഇവിടെ സംസാരിച്ചത്. ആ ഭക്തിയിലൂടെയാണ് ആത്മജ്ഞാനം ഉണ്ടാകുന്നത്. എങ്കിൽ പിന്നെ ശരിക്കും ഭക്തി ഉറച്ചു എന്ന് മനസ്സിലാകുന്നത് എങ്ങനെയാണ്? 46-ാമത്തെ ശ്ലോകം. യദാ യം അനുഗൃഹ്ണാതി ഭഗവാൻ ആത്മഭാവിതഃ ഭഗവാൻ ആത്മഭാവിതഃ സജഹാതി മതിം ലോകേ വേദേ ച പരിനിഷ്ഠിതാം. ആ പരമാത്മാവിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടാവണമെങ്കിൽ ആ പരമാത്മാവ് തന്നെ വിചാരിക്കണം. അങ്ങനെ അനുഗ്രഹിക്കപ്പെടാനുള്ള യോഗ്യത നേടിയെടുക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. അങ്ങനെ ഭഗവാൻ, ആ സർവേശ്വരൻ ആത്മഭാവിതഃ, നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് അനുഭവിക്കാൻ പാകത്തിൽ ഒരു ചൈതന്യമായിട്ട് നമുക്കത് അനുഭവിക്കാൻ സാധിക്കുന്ന രീതിയിൽ എപ്പോഴാണോ യഥാ യം അനുഗൃഹ്ണാതി, യാതൊരാളെ അനുഗ്രഹിക്കുന്നത്, അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ നമുക്ക് ഭഗവാനെ അനുഭവിക്കാൻ സാധിക്കുകയില്ല. അതിന് നമ്മൾ ഒരുങ്ങുക, അത്രയേ നമുക്ക് സാധിക്കുള്ളൂ. എപ്പോഴും വീട് അടിച്ചുവാരി വൃത്തിയാക്കി അതിഥി വരും എന്ന ഒരു വിശ്വാസത്തിൽ, ഇന്ന് ഏതെങ്കിലും അതിഥി വരാൻ സാധ്യതയുണ്ട് എന്ന വിശ്വാസത്തിൽ എങ്ങനെയാണോ വീട് വൃത്തിയാക്കി വെക്കുന്നത്, ഇതുപോലെ ആ ഭഗവാന്റെ അനുഗ്രഹം എപ്പോൾ വേണമെങ്കിലും എനിക്ക് ലഭിക്കാം,
ഒരു മൺതരി പോലും എൻ്റെ മനസ്സിൽ ഒരു കളങ്കം പോലും ഉണ്ടാവരുത് എന്ന രീതിയിൽ മനസ്സിനെ വൃത്തിയാക്കി വെക്കാനേ നമുക്ക് സാധിക്കുള്ളൂ. അങ്ങനെ ഭഗവാൻ എപ്പോൾ ഒരാളെ അനുഗ്രഹിക്കുന്നുവോ തഥാ അപ്പോൾ സഹ അവൻ ഈ ലോക വ്യവഹാരത്തിലും വേദേച്ച വേദങ്ങളിലൊക്കെ പറഞ്ഞ ആ കർമ്മമാർഗത്തിലും പരിനിഷ്ഠിതാം ഊന്നി ഉറച്ച മത്തിം ആ ബുദ്ധിയെ പോലും ജഹാതി ഉപേക്ഷിച്ച് കളയുന്നു. അപ്പോഴാണ് അവന് മനസ്സിലാവുക അറിവിലല്ല കാര്യം, ഭക്തി എന്നത് ഉന്നതമായ ഒരു അവസ്ഥയാണ്. അതിനാദ്യം വേണ്ടത് എനിക്ക് പലതും അറിയാമെന്നുള്ള ആ ചിന്തയെ തന്നെ ഉപേക്ഷിക്കലാണ്. യോഗിയുടെ ജീവചരിത്രത്തിൽ, അത് സ്വാമി രാമയുടെ ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, എന്തായാലും ഒരുപാട് അറിവുകളുള്ള ഒരു സന്യാസി, അദ്ദേഹത്തിന് അറിയാത്തതായിട്ടൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന് ആ അനുഭവം ലഭിക്കുന്നില്ല, ഈശ്വരനെ ഉള്ളിൽ അനുഭവിച്ചറിയാൻ സാധിക്കുന്നില്ല. അതിൻ്റെ ദുഃഖത്തിലായി പിന്നീട് അദ്ദേഹം. അങ്ങനെ ഒരു ഗുരുവിനെ കണ്ടുമുട്ടിയപ്പോൾ എനിക്കെന്തുകൊണ്ടാണ് ആ ഭഗവാനെ അനുഭവിക്കാൻ സാധിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു, അങ്ങ് ഇത്രയും കാലം നേടിയ അറിവുകളെ മുഴുവൻ മറന്നേക്ക്, എങ്കിൽ മാത്രമേ അങ്ങേക്ക് ഭഗവാനെ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അറിവുകൾ എന്നത് ഭഗവാനിലേക്കുള്ള വഴി മാത്രമാണ്, അത് ലക്ഷ്യമല്ല. അറിവ് വേണം, ഭഗവാനെ അറിയാൻ നമുക്ക് ചില അറിവുകൾ വേണം. പ്രധാനമായി നമ്മുടെയൊക്കെ കർമ്മഫലമാണ് ഞാൻ ഈ അനുഭവിക്കുന്നത് എന്ന ചിന്ത നമുക്ക് ഉറച്ചു കിട്ടണം. അല്ലെങ്കിൽ നമ്മൾ ഭഗവാനോട് പരാതി പറഞ്ഞു പോകും. അതുകൊണ്ട് ആ അറിവ് എന്തായാലും വേണം. എന്നാൽ ഒരുപാട് അറിവുകൾ അത് നമുക്ക് തന്നെ ഭാരമായി തീരും. അതുകൊണ്ടാണ് പലപ്പോഴും ഈ പ്രഭാഷകർക്ക് ഭഗവാനെ അനുഭവിക്കാൻ സാധിക്കാതെ പോകുന്നത്. ഇതൊരു സത്യമായ കാര്യമാണ്. ആർക്കാണോ ഭഗവാനെ പൂർണ്ണമായ അർത്ഥത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നത് അവർക്കൊരക്ഷരം സംസാരിക്കാൻ സാധിക്കില്ല. ദക്ഷിണാമൂർത്തി സ്വാമികൾ മൗനമാണ്. ആ മൗനത്തിലൂടെയാണ് ശിഷ്യന്മാരായ സനകാദികൾക്ക് ഉപദേശിച്ചു കൊടുത്തത്. ആ മൗനത്തിലൂടെ എല്ലാം അവരറിഞ്ഞു. കാരണം ഭഗവാനെ അറിഞ്ഞാൽ പിന്നെ അവിടെ സംസാരമില്ല, വർത്തമാനമില്ല. അപ്പോൾ ഇങ്ങനെ പറയാൻ സാധിക്കുന്നു എന്ന് വെച്ചാൽ ഭഗവാനെ പൂർണ്ണമായും അനുഭവിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. നമ്മൾ ആർക്കെങ്കിലും ക്ലാസ് എടുത്തു കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രഭാഷണം നടത്തണമെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് പഠിക്കണം, അതിനെക്കുറിച്ച് മനനം ചെയ്യണം. ഇതെല്ലാം ബുദ്ധിയുടെ തലത്തിൽ നടക്കുന്നതാണ്. ഭാഗവതം പറയുന്നു, ബുദ്ധിയെയും വിട്ടുകളയണം. ബുദ്ധിയിൽ ഉറപ്പിച്ചു വെച്ചതിനെ എല്ലാം വിട്ടുകളഞ്ഞാൽ മാത്രമാണ് ആത്മാനന്ദത്തിൽ ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, പ്രഭാഷകരായിട്ടുള്ളവർക്ക് അത് ഭഗവാൻ കൊടുത്ത മറ്റൊരു നിയോഗമാണ്, അതും ഒരു ഭാഗ്യം തന്നെയാണ്. പക്ഷേ എത്ര കാലം ഇങ്ങനെ ക്ലാസ് എടുക്കുകയും പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നുവോ അത്രയും കാലം ബുദ്ധി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ബുദ്ധി പ്രവർത്തിക്കുന്നിടത്തോളം പൂർണ്ണമായ ആത്മാനന്ദം ലഭിക്കുകയില്ല. ഇതുകൊണ്ടാണ് നാരദ മഹർഷിയും പറഞ്ഞത്, എനിക്ക് പോലും അത് ലഭിച്ചിട്ടില്ല എന്ന്. കാരണം എത്രയോ പുരാണ കഥകളിൽ നമുക്കറിയാം, നാരദ മഹർഷി വന്ന് ഇടപെട്ട് ഉപദേശിക്കേണ്ടടുത്ത് ഉപദേശിച്ചും അങ്ങനെയൊക്കെ ഒരു നിയോഗമാണ് നാരദ മഹർഷിക്കുള്ളത്. ഒരു പക്ഷേ ഭഗവാനെ പൂർണ്ണമായി അനുഭവിച്ച് ആ ആനന്ദത്തിൽ ഇരിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ നാരദ മഹർഷി പിന്നെ എവിടെയും പോവുകയില്ല, ആരുടെ അടുത്തും പോയി ഒന്നും ഉപദേശിക്കാൻ നിൽക്കുകയില്ല, അങ്ങനെ സാധിക്കുകയില്ല. ഇതുപോലെ തന്നെയായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസർ. കൊൽക്കത്ത വിട്ട് എവിടെയും പോയി പ്രഭാഷണം ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ സ്വാമി വിവേകാനന്ദൻ തനിക്ക് നിർവികൽപ്പ സമാധിയുടെ ആ തലത്തിലേക്ക് ഉയരണം, എന്നെ അതിനനുഗ്രഹിക്കണമെന്ന് പലതവണ പറഞ്ഞ് കെഞ്ചിയപ്പോഴാണ് കുറച്ച് ആ അനുഭവത്തെ കൊടുത്തു. പക്ഷേ അപ്പോഴും ഗുരുവായ പരമഹംസർ പറഞ്ഞു,
ഇങ്ങനെ ആത്മാനന്ദത്തിൽ ഇരുന്ന് സ്വയം മതിമറന്ന് ജീവിക്കാനുള്ളയാളല്ല നീ. ഉറങ്ങിക്കിടക്കുന്ന ഭാരത ജനതയെ ആത്മീയതയിലേക്ക് ഉണർത്തിവിടാൻ ഈ ലോകത്തിലേക്ക് നീ ഇറങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ നിർവികൽപ്പ സമാധിയുടെ ഈ ഭാവത്തെ, ഈ തലത്തെ തൽക്കാലം ഞാൻ എൻ്റെ കയ്യിൽ വെക്കുന്നു. അതിൻ്റെ താക്കോൽ ഇനി എൻ്റെ കയ്യിലാണ്. ഞാൻ അനുവദിച്ചാൽ മാത്രമേ നിനക്ക് ആ അവസ്ഥ കൈവരികയുള്ളൂ. അങ്ങനെ ലോകത്തിലേക്ക് ഇറങ്ങി സ്വാമി വിവേകാനന്ദൻ ഈ ലോകത്തെ മുഴുവൻ ഒരുപാട് പേരെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലൂടെ ചടകുടഞ്ഞെഴുന്നേറ്റ് ഭാരതത്തിനു വേണ്ടി പോരാടിയിട്ടുണ്ട്. പലരും ആത്മീയതയിലേക്ക് വന്നിട്ടുമുണ്ട്. അവസാനം തൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കഴിഞ്ഞു എന്ന് മനസ്സിലായ സമയത്താണ് ഗുരുവായ പരമഹംസർ അദ്ദേഹത്തിൻ്റെ മഹാസമാധിക്ക് തൊട്ടു മുൻപ് നിർവികൽപ്പ സമാധിയുടെ ആ ഭാവം, ആ തലം അദ്ദേഹത്തിന് അനുഗ്രഹിച്ചു കൊടുത്തതും അതോടെ മഹാസമാധിയിലേക്ക് പോയതും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇങ്ങനെ പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊരിക്കലും ആ ആത്മാനന്ദത്തിൽ ഇരിക്കാൻ സാധിക്കുകയില്ല. കാരണം അങ്ങനെ ഇരുന്നാൽ രമണ മഹർഷി പറഞ്ഞതുപോലെ ചുമ്മായിര് എന്ന ആ അവസ്ഥയിൽ എത്തിച്ചേരും. ഇത്രയും പറഞ്ഞിട്ട് പ്രാചീന ബർഹിസിനോട് പറയുകയാണ് 47-ാമത്തെ ശ്ലോകം. തസ്മാത് കർമ്മസു ബർഹിഷ്മൻ അജ്ഞാനാത് അർത്ഥകാശിഷു അജ്ഞാനാദർത്ഥകാശിഷു മാ അർത്ഥദൃഷ്ടിം മാർത്ഥദൃഷ്ടിം കൃതാഹ ശ്രോത്രസ്പർശിഷു അസ്പൃഷ്ടവസ്തുഷു ശ്രോത്രസ്പർശിഷു അസ്പൃഷ്ടവസ്തുഷു. തസ്മാത്, ഈ പറഞ്ഞ കാരണങ്ങളാൽ അല്ലയോ ബർഹിഷ്മൻ, പ്രാചീന ബർഹിസെ, അജ്ഞാനാത് അറിവില്ലായ്മ കൊണ്ട്, അർത്ഥകാശിഷു പരമാർത്ഥമെന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ, അതായത് ഇതാണ് ജീവിത ലക്ഷ്യമെന്ന് പലരും നമ്മെ ഭ്രമിപ്പിക്കും. ഈ ലോകത്തിൽ നിങ്ങൾ സമ്പാദിക്കണം, ഈ സമൂഹത്തിൽ ഉന്നതമായ ഒരു സ്ഥിതി കൈവരിക്കുകയാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്നൊക്കെ പലരും പറഞ്ഞ് ഭ്രമിപ്പിക്കും. അങ്ങനെ ഇതാണ് പരമാർത്ഥം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ശ്രോത്രസ്പർശിഷു, കേൾക്കാൻ നല്ല സുഖമാണ്, അങ്ങനെ കാതുകൾക്ക് ഇമ്പം കൊടുക്കുന്നവയും, അതേസമയം അസ്പൃഷ്ടവസ്തുഷു, യഥാർത്ഥത്തിൽ പരമാർത്ഥവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത കർമ്മസു, കർമ്മങ്ങളിൽ അർത്ഥദൃഷ്ടിം, ഇതാണ് പരമാർത്ഥം എന്ന ആ ബുദ്ധിയെ മാ കൃതാഹ, അംഗീകരിക്കരുത്. ജീവിതത്തിൻ്റെ ലക്ഷ്യമല്ല ഭൗതിക സുഖങ്ങളൊന്നും തന്നെ. അത് നമ്മുടെ കർമ്മഫലമായിട്ട് നമുക്ക് വരികയാണെങ്കിൽ സ്വീകരിച്ചു കൊള്ളുക, പക്ഷെ അതിലും ഭ്രമിക്കരുത്. അതല്ല ജീവിത ലക്ഷ്യം. അങ്ങനെയുള്ള വസ്തുക്കളിൽ ബുദ്ധിയെ ഭ്രമിപ്പിക്കാൻ ഇടവരുത്തരുത്. ജാഗ്രതയോടെ ഇരുന്നു കൊള്ളണം എന്നാണ് ഉപദേശിക്കുന്നത്. വേദങ്ങളിൽ പലയിടത്തും ഓരോരോ കർമ്മങ്ങൾക്കും ഓരോരോ ഫലങ്ങൾ പറയുന്നുണ്ട്. അതിൽ തന്നെ പല സ്തോത്രാലാപനങ്ങൾക്ക്, വഴിപാടുകൾക്ക്, യജ്ഞങ്ങൾക്ക്, പൂജകൾക്ക്, ഇതിനെല്ലാം ഓരോ ഫലം പറയുന്നുണ്ട്. എങ്കിൽ പോലും അപ്പോഴും അറിഞ്ഞുകൊള്ളുക, ഇതെല്ലാം ചെയ്യുന്നത് ഹൃദയശുദ്ധിക്ക് വേണ്ടിയാണ്. പക്ഷെ ആളുകൾ തെറ്റിദ്ധരിക്കുന്നു. വ്രതമെടുക്കുന്നതും പൂജ ചെയ്യുന്നതുമൊക്കെ ഓരോരോ ഫലങ്ങൾ തരുന്നവയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് വെറുതെയല്ല. ആ ഒരു ഫല ആകാംക്ഷയോടുകൂടെ എങ്കിലും നിങ്ങൾ വ്രതമെടുത്ത് തുടങ്ങൂ. എന്നിട്ട് അങ്ങനെ വ്രതമെടുത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ പൂജ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തിനായിട്ട് പിന്നെ പൂജ ചെയ്യൂ. അല്ലാതെ എല്ലായ്പ്പോഴും മക്കൾക്ക് വേണ്ടിയാണ് ഇത് ഞാൻ എടുക്കുന്നത്, ഭർത്താവിന് വേണ്ടിയാണ് ഇത് എടുക്കുന്നത് എന്ന് ചിന്തിക്കാതിരിക്കൂ. അതൊരു തുടക്കത്തിന് നമുക്കൊരു ആവേശം കിട്ടാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രം. എപ്പോഴും ചിന്തിക്കുക, മക്കളുടെ ആയാലും ഭർത്താവിൻ്റെ ആയാലും കുടുംബത്തിൻ്റെ ആയാലും ആരുടെ ആയാലും ജീവിതത്തിൻ്റെ ഗതിവിഗതികൾ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടവയാണ്. അതൊരു വഴിപാട് കൊണ്ടോ വ്രതം കൊണ്ടോ മാറ്റിമറിക്കാൻ സാധിക്കുന്നതല്ല. അങ്ങനെ ഒരു ധാരണ വെച്ച് ഇതെല്ലാം ചെയ്യുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫലം കിട്ടുന്നില്ല എന്ന് വരുമ്പോൾ
ഈശ്വരനോടുണ്ടായ വിശ്വാസം പോലും പലർക്കും നഷ്ടപ്പെടാറുണ്ട്. ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയ ഒരുപാട് ലേഖനങ്ങളിൽ ഒരു ലേഖനം ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് വായിച്ചതാണ്. അതിൽ ചില ആളുകൾക്ക് ഈശ്വര വിശ്വാസം നഷ്ടപ്പെടുന്നത് എങ്ങനെ എന്ന് കാണിക്കാനാണോ എന്താണെന്നറിയില്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷെ ഒരു കാര്യം ഇങ്ങനെയായിരുന്നു. അദ്ദേഹത്തിന് പരിചയമുള്ള ഒരാൾ എല്ലാ വർഷവും കാവടിയെടുത്ത്, അതായത് വ്രതമെടുത്ത് കാവടിയെടുത്ത് പഴനിമലയ്ക്ക് പോകും. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ആദ്യം കുട്ടികൾ ഇല്ലാതിരുന്നിട്ട് പിന്നീട് ഈ കാവടി എടുത്തതിന്റെ ഫലമായിട്ടാണ് കുട്ടി ഉണ്ടായത് എന്നായിരുന്നു അദ്ദേഹം വിശ്വസിച്ചിരുന്നത് എന്ന് തോന്നുന്നു. പക്ഷേ കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കുട്ടി മരിച്ചുപോയി. അതോടെ അദ്ദേഹത്തിന് എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടു. പിന്നീട് അദ്ദേഹം ഒരിക്കൽ പോലും കാവടി എടുത്തിട്ടില്ല. മാത്രമല്ല ഇദ്ദേഹം പറയുന്നത്, ഞാൻ എപ്പോൾ കാണുമ്പോഴും തൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് ഏതോ ഒരു വിദൂരതയിലേക്ക് കണ്ണും നട്ട് ബുദ്ധി ഭ്രമിച്ചിരിക്കുന്ന ഒരു അച്ഛനെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, വ്രതമോ പൂജയോ ചെയ്താൽ ജീവിതത്തിലെ ദുരിതങ്ങളെല്ലാം മാറിപ്പോകും എന്നത് ഒരു അന്ധവിശ്വാസമാണ്. ജീവിതത്തിലെ ഏത് യാഥാർത്ഥ്യത്തെയും അംഗീകരിക്കാനുള്ള മനസ്സാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ആ മനോബലം നേടാനാണ് ഈ വ്രതവും പൂജയും പ്രാർത്ഥനയും ഒക്കെ. അതാണ് ഇവിടെ നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത്. ഈ യാഗാദി കർമ്മങ്ങളൊക്കെ ചെയ്താൽ സ്വർഗം കിട്ടും എന്നൊക്കെയുള്ള ഈ മൂഢവിശ്വാസത്തെ കളയൂ. എന്നിട്ട് യഥാർത്ഥത്തിലുള്ള ആത്മജ്ഞാനം നേടാൻ ശ്രമിക്കൂ. അപ്പോൾ പിന്നെ ഈ വേദങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് സത്യമല്ല എന്നാണോ എന്നൊരു സംശയമുണ്ടെങ്കിൽ അതിനൊരു ഉത്തരം പറയുകയാണ് 48-ാമത്തെ ശ്ലോകം. സ്വം ലോകം ന വിദുഹു തേ വിദുസ്തേ വൈ യത്ര ദേവഃ ദേവോ ജനാർദ്ദനഃ ആഹുഹു ആഹുർ ധൂമ്രധിയഃ ധൂമ്രധിയോ വേദം സകർമ്മകം അതത് വിദഃ സകർമ്മകമതത് വിദഃ. വേദമല്ല തെറ്റ്, അതിനെ വ്യാഖ്യാനിച്ചവരാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചത്. അതാണ് യാതൊരു ധൂമ്രധിയഃ, മലിനബുദ്ധികൾ വേദത്തെ സകർമ്മകം, കർമ്മപരമായി മാത്രം ആഹുഹു വ്യാഖ്യാനിച്ച് ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണയെ ഉണ്ടാക്കി. അവർ അതതുവിദഃ, വേദവാക്യങ്ങളുടെ യഥാർത്ഥ പൊരുൾ അറിഞ്ഞവരല്ല. ഈ കർമ്മങ്ങളിലൂടെയൊക്കെ നമ്മൾ പൂജയും പ്രാർത്ഥനയും സ്തോത്രവും എല്ലാം ചെയ്തിട്ട് നമ്മൾ നേടേണ്ട ഒരു സത്യത്തെയാണ് വേദാന്തമായി പറഞ്ഞത്. ഉപനിഷത്ത് ആത്മജ്ഞാനം നേടണം. അല്ലാതെ എല്ലാ കാലത്തും ഇങ്ങനെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുകയല്ല. മാത്രമല്ല യത്ര യാതൊരിടത്ത് ദേവഃ ജനാർദ്ദനഃ, ഭഗവാൻ ശ്രീഹരിയുണ്ടോ, സ്വം ലോകം ആ സ്വരൂപഭൂതമായ ലോകമായിട്ട് ആ പരമധാമം തന്നെയാണ് വേദം. വേദം എന്നാൽ ഭഗവാൻ തന്നെയാണ്. അങ്ങനെ കാണാൻ പറഞ്ഞു കൊടുത്തില്ല. ഈ ഒരു സത്യത്തെ അർത്ഥം പറഞ്ഞു കൊടുത്ത തേവൈ, അവർ തീരെ ന വിദുഹു, അറിഞ്ഞില്ല. അവർ അറിയാത്തത് കൊണ്ട് തന്നെ ആർക്കൊക്കെയാണോ പറഞ്ഞു കൊടുത്തത് അവരും തെറ്റിദ്ധരിക്കപ്പെട്ടു. വേദത്തെ കേവലം കർമ്മപരമായിട്ട് മാത്രം വ്യാഖ്യാനിച്ചതിൽ പിശക് പറ്റിയിരിക്കുന്നു എന്ന് അർത്ഥം. അപ്പോൾ വേദമല്ല തെറ്റ്, അത് വ്യാഖ്യാനിച്ചവരാണ് തെറ്റുകാർ. ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട്, കേൾക്കുമ്പോൾ നല്ല സുഖം തോന്നുന്ന പുഷ്പിതങ്ങളായ വാക്കുകളാണ് വേദങ്ങളിലേത്, അതിൽ ഭ്രമിച്ചു പോകരുത്. ഇനി യഥാർത്ഥ കർമ്മം എന്നാൽ എന്താണെന്നും എന്താണ് ശരിയായ ഉപാസന എന്നും പറഞ്ഞു കൊടുക്കുകയാണ്. 49-ാമത്തെ ശ്ലോകം. ആസ്തീര്യദർഭൈഹി പ്രാഗഗ്രൈഹി പ്രാഗഗ്രൈഹി കാസ്നേന ക്ഷിതിമണ്ഡലം സ്തബ്ധഃ സ്തബ്ധോ ബൃഹത് വധാത് മാനി ബൃഹത് വധാൻ മാനി കർമ്മ ന അവൈഷി യത് പരം
തത്കർമ്മ ഹരിതോഷം യത് സാ വിദ്യ തന്മതിഹി യയാ തന്മതിർ യയാ. പ്രാഗഗ്രൈഹി, പ്രാഗ് എന്നാൽ കിഴക്കോട്ട്, കിഴക്കോട്ട് തലയാക്കി വെച്ച ദർഭൈഹി, ദർഭപ്പുല്ലുകളെ കൊണ്ട് ക്ഷിതിമണ്ഡലം, ഭൂമണ്ഡലത്തെ കാസ്നേന ആകമാനം ആസ്തീര്യ, ആച്ഛാദനം ചെയ്ത് അങ്ങ് ഇത്രയും കാലം ചെയ്തു പോന്ന ബൃഹത്വധാത്ത്, അസംഖ്യം യജ്ഞ പശുക്കളെ കൊല്ലുക എന്ന കർമ്മത്താൽ, എന്നിട്ടും അതിലൊരു കുറ്റബോധവും തോന്നാതെ ഞാൻ എന്തോ വലിയ കാര്യം ചെയ്തു, ഒരുപാട് യാഗം ചെയ്തു എന്ന മാനി, കർമാഭിമാനിയായിട്ടും അതിൽ സ്തബ്ധ, ഒരഹങ്കാരമൊക്കെ ഉള്ളിൽ തോന്നി. അത് ഒരുപാട് പേർക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. ഈ വ്രതമൊക്കെ അധികം എടുക്കുന്നവർക്കും ഉള്ളിൽ ഒരു അഹങ്കാരം വരാറുണ്ട്. അത് പാടില്ല എന്നാണ് പറയുന്നത്. യാഗാദി കർമ്മങ്ങൾ നമുക്ക് അഹങ്കാരത്തെ വളർത്താനുള്ളതല്ല. ഇങ്ങനെയുള്ള അങ്ങ് കർമ്മ, എന്താണ് യഥാർത്ഥ കർമ്മം എന്നതിനെ കുറിച്ചോ, യത് പരം, അതിലും അപ്പുറത്തേക്ക് വിദ്യാസ്വരൂപമായ ഉപാസനയെയോ ന അവൈഷി, അറിഞ്ഞില്ല. ഇനി എന്താണ് കർമ്മം എന്ന് പറയുന്നു? ഹരിതോഷം, ഭഗവാൻ ഹരിയെ സന്തോഷിപ്പിക്കുന്നത് ഏത് കർമ്മമാണോ, യത് തത് കർമ്മ, അത് മാത്രമാണ് യഥാർത്ഥമായ കർമ്മം. ഇനി യയാ, യാതൊരു സാധനയാൽ തന്മതിഹി, ആ ഭഗവാനിൽ ചിത്തം വിലയിക്കുമോ, സാ വിദ്യ, അതാണ് ഉപാസന. ഭഗവാൻ ഹരി ഏത് കർമ്മം ചെയ്താൽ സന്തോഷിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുവോ, ആ കർമ്മം മാത്രമാണ് യഥാർത്ഥ കർമ്മം. ഏതൊക്കെ സാധനയിലൂടെ നിങ്ങൾക്ക് മനസ്സ് ഭഗവാനിൽ ലയിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ, അത് മാത്രമാണ് ഉപാസന. ഇനി സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുക. ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ യഥാർത്ഥ കർമ്മമാണോ? നിങ്ങൾ ചെയ്യുന്ന സാധനയിലൂടെ മനസ്സ് ഭഗവാനിൽ വച്ചിരിക്കാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് മാത്രമാണ് യഥാർത്ഥ ഉപാസന. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.